ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിയെ സഹായിക്കും വിധം എഎപി സർക്കാരിനെതിരായി പ്രചരണം ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനായി രാഹുൽ ഗാന്ധി പ്രചരണ രംഗത്ത് സജീവമാകും. റിപ്പബ്ലിക് ദിനത്തിനു ശേഷം ഭാരത് ജോഡോ യാത്രയുടെ മാതൃകയിൽ 10ലേറെ മണ്ഡലങ്ങളിൽ രാഹുലിന്റെ യാത്രകൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. ന്യൂനപക്ഷ ദളിത് മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും യാത്രകൾ. എഎപി സർക്കാരിന്റെ പൊള്ളയായ വാഗ്ദാനങ്ങളുടെ യാഥാർത്ഥ്യം വോട്ടർമാരെ ബോധ്യപ്പെടുത്തും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. ന്യൂനപക്ഷ ദളിത് വോട്ടുകൾ ഭിന്നിപ്പിച്ച് എഎപിയുടെ 2 മുതിർന്ന നേതാക്കളെയും തോൽപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. പ്രിയങ്ക ഗാന്ധിയെ കൂടി ഭാരത് ജോഡോ യാത്രകളിൽ പങ്കാളിയാക്കാനും കോൺഗ്രസ് ഡൽഹി ഘടകം ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചരണത്തിൽ പങ്കെടുക്കുന്ന താരപ്രചാരകരുടെ പട്ടിക കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി MP എന്നിവർ സ്ഥാനാർത്ഥികൾക്കായുള്ള പ്രചരണത്തിൽ പങ്കെടുക്കും. അതേസമയം ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെടുന്ന ആം ആദ്മി പാർട്ടി, കോൺഗ്രസ് പാർട്ടി എന്നിവർ വെവ്വേറെ മത്സരിക്കുകയും ബിജെപിയെ പോലെ പരസ്പരം നിരവധി വിഷയങ്ങളിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ബിജെപി 70 സീറ്റുകളിൽ ഇതിനോടകം തന്നെ 68 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി 2 സീറ്റുകൾ ജനതാദൾ പാർട്ടിയിലുള്ള ശൈലേന്ദ്ര കുമാറിനും ഡിയോളജിയിലെ സീറ്റ് ലോക് ജനശക്തി പാർട്ടി സ്ഥാനാർത്ഥി രാംവിലാസിനും നൽകി. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, KC വേണുഗോപാൽ, സച്ചിൻ പൈലറ്റ്, ഭൂപേന്ദ്ര ബാഗേൽ, ദീപേന്ദ്ര സിംഗ് ഹൂഡ, പവൻ ഖേര, കനയ്യകുമാർ, അൽക ലംബ, സന്ദീപ് ദീക്ഷിത്, അമരീന്ദർ സിംഗ്, രാജ വാറി, ഇമ്രാൻ പ്രതാപ് ഗാർഹി, ഗാസി നിസാമുദ്ദീൻ, ഉദിത് രാജ് തുടങ്ങി നിരവധി മുതിർന്ന നേതാക്കളെയാണ് കോൺഗ്രസ് താരപ്രചാരകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസ് വികസന പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയും ബിജെപിയും തമ്മിൽ തർക്കം തുടരുകയാണെന്ന് കോൺഗ്രസ് നേതാവ് അൽക ലംബ ആരോപിച്ചിരുന്നു. ഡൽഹിയിൽ ഫെബ്രുവരി 5-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഫെബ്രുവരി 8-നും. ഏകദേശം 1.55 കോടി വോട്ടർമാരാണ് ഡൽഹി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അർഹരായുള്ളത്. ഇതിൽ 71.74 ലക്ഷം സ്ത്രീകളും 2 ലക്ഷത്തിലധികം കന്നി വോട്ടർമാരുമാണ്. 13,000 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉണ്ടാവുക. ഉത്തർപ്രദേശിലെ മിൽക്കിപൂർ നിയമസഭാ സീറ്റിലേക്കും തമിഴ്നാട്ടിലെ ഈറോഡ് നിയമസഭാ സീറ്റിലേക്കുമുള്ള ഉപതിരഞ്ഞെടുപ്പും ഫെബ്രുവരി 5-ന് നടക്കും. ഫെബ്രുവരി 8-നാണ് ഇവിടെയും വോട്ടെണ്ണൽ. കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA-യും മുതിർന്ന നേതാവുമായ EVKS ഇളങ്കോവന്റെ നിര്യാണത്തെ തുടർന്നാണ് ഈറോഡിൽ ഉപതിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത്.